ഷാക്കിർ, കാന്തപുരത്തിന്റെ വാക്കുകൾ സ്വീകാര്യമാണോ? ഇങ്ങനെ പറഞ്ഞു, അമ്മ ഇങ്ങനെ പറഞ്ഞു എന്ന് പല കള്ളങ്ങളും പറയും. അതൊന്നും കേട്ട് നിങ്ങൾ പറഞ്ഞത് ഒരിക്കലും മാറ്റി പറയരുത്. ഞാന് ബാബുവിന്റെ സംസാരം കേൾക്കായിരുന്നു. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അഭിപ്രായവും അദ്ദേഹം മനസ്സിലാക്കി വെച്ചിട്ടുള്ള തെറ്റിദ്ധാരണകളുമാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. അത് അദ്ദേഹം മാത്രമല്ല, എനിക്ക് തോന്നുന്നു അനിൽ നമ്പ്യാർ ഉൾപ്പെടെ പല ആളുകളും ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് കൂട്ടിക്കെട്ടിയാൽ ഇപ്പോ RSSും ഹിന്ദു മതവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നുകളയും. നീ എന്ത് പറഞ്ഞാലും എന്തിനാണ് അമേരിക്ക പോകുന്നത്? അതേപോലെ താലിബാനും ഇസ്ലാമും തമ്മിൽ താലിബാൻ ചെയ്യുന്നത് മുഴുവൻ ഇസ്ലാമിന്റെ കാര്യങ്ങളാണോ? അല്ലല്ലോ. നിങ്ങൾ ഈ താലിബാനെ നോക്കി ഇസ്ലാമിനെയോ RSSനെ നോക്കി ഹിന്ദു മതത്തെയോ നമ്മൾ അളക്കാൻ പാടുണ്ടോ? അങ്ങനല്ലല്ലോ. കാന്തപുരം മുസ്ലിം അങ്ങനെ ഒരിക്കലും കഴിയില്ല. അങ്ങനെ ആയിക്കോട്ടെ, നമുക്ക് നോക്കാം. നമുക്ക് നല്ല സംവാദം ആയിക്കോട്ടെ. നമുക്ക് അല്ല, ഞാൻ സംസാരിക്കട്ടെ. ഒറ്റ കാര്യം താലിബാൻ ചെയ്തതിൽ അനിസ്ലാമികമായ ഒരു കാര്യം പറയും. താലിബാൻ ചെയ്ത അനിസ്ലാമിക നിങ്ങൾക്ക് കണ്ടിട്ടുള്ള എന്താണ്? ഞാൻ കണ്ടിട്ടില്ല. എല്ലാം ഇസ്ലാമികമാണ്. എല്ലാം നബിചര്യയാണ് പുള്ളി ചെയ്തിട്ടുള്ളത്. നിങ്ങൾ പറയൂ, താലിബാൻ ചെയ്തതിൽ അനിസ്ലാമികമായ ഒരു കാര്യം പറയും. പുള്ളി ചെയ്തെന്ന് പറയും താലിബാൻ ഒരു വ്യക്തിയാണോ? അതാ പറഞ്ഞത്. താലിബാൻ ചെയ്ത നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ അനിസ്ലാമികമായ ഒരെണ്ണം പറയും. ഒരെണ്ണം വിട്ടില്ലേ? ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നമുക്ക് വേറെല്ലാം പറയാം. ഒരെണ്ണം പറയൂ. എന്താണ് താലിബാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ, നടപ്പിലാക്കുന്ന കാര്യങ്ങളിൽ അനിസ്ലാമികമായ ഒരെണ്ണം പറയൂ. சொல்லுங்க. என்னாச்சு? What's going on? നമ്മള് താലിബാൻ, ഞാൻ നേരത്തെ പറഞ്ഞു, താലിബാന്റെ ഇസ്ലാമും RSSന്റെ ഹിന്ദു മതവും അത് രണ്ടും ആ മതവുമായി ബന്ധമില്ലാത്ത പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ, നമുക്ക് താലിബാനിലെ അനിസ്ലാമികമായ ഒരു കാര്യം പറയൂ. നിങ്ങൾ താലിബാൻ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ തെറ്റാണെന്ന് നിങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ പറഞ്ഞിട്ടില്ല. താലിബാൻ ചെയ്യുന്നത് എല്ലാം ശരിയാണ്, ഇസ്ലാമികമായിട്ട് ശരിയാണെന്നാ ഞാൻ പറയുന്നത്. അത് നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. എന്നാ നിങ്ങൾ പറയൂ, താലിബാൻ ചെയ്യുന്നതിൽ അനിസ്ലാമികമായ ഒരു കാര്യം പറയൂ. അറിയാണെങ്കിൽ നമ്മൾ താലിബാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ യോജിപ്പില്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. അത് നമുക്ക് വിഷയമല്ല. പക്ഷെ നിങ്ങൾ AP ഉസ്താദിനെ അംഗീകരിക്കുകയും താലിബാനെ എതിർക്കുകയും ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, താലിബാൻ ചെയ്യുന്നതിൽ അനിസ്ലാമികമായ ഒരു കാര്യം പറയൂ. നിങ്ങൾ കാന്തപുരം AP മഹാപണ്ഡിതനെ ഒരു മഹാപണ്ഡിതനെ നിങ്ങൾ താലിബാനുമായി കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. അതിന് അംഗീകരിച്ചു തരാൻ കഴിയില്ല. നിങ്ങൾ അംഗീകരിച്ചാൽ ഇല്ലെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. താലിബാൻ ചെയ്യുന്നതിൽ അനിസ്ലാമികമായ ഒരു കാര്യം പറയും. ഞാനിപ്പോ 5ാമത്തെ തവണയാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, നിങ്ങളാണ് താലിബാനെ കുറിച്ച് മോശമായി പറയുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു, താലിബാന്റെ ഇസ്ലാമും RSSന്റെ ഹിന്ദു മതവും രണ്ടും ആ മതവുമായി ബന്ധമില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. RSSന്റെ കാര്യം ഇവിടെ നിൽക്കട്ടെ, നമുക്ക് ആദ്യം താലിബാന്റെ കാര്യം തീരുമാനമാക്കാം. നിങ്ങൾ ആദ്യം താലിബാന്റെ കാര്യം പറയൂ. നിങ്ങൾ എന്തിനാണ് താലിബാനെ കുറിച്ച് പറയുമ്പോൾ എന്തിനാണ് RSSനെ പിടിക്കണേ? നമുക്ക് ആദ്യം താലിബാനെ കയറി. ഇന്നിപ്പോ ഇവിടെ താലിബാനെ കുറിച്ചല്ലേ നമ്മളെ ചർച്ച? ഇവിടെ RSS അല്ലല്ലോ വിഷയം. താലിബാനല്ലല്ലോ ചർച്ച. ഇവിടെ താലിബാനാണ് ചർച്ച. താലിബാനിസമാണ് ചർച്ച. AP ഉസ്താദ് പറഞ്ഞത് താലിബാനിസമാണ്. ഞാൻ സ്ഥാപിച്ചു കാണിച്ചു തരാം. നിങ്ങൾ സംസാരിക്കുന്നത് ഒരു എക്സ് മുസ്ലിമിനോടാണെന്നുള്ള ഒരു ധാരണ നിങ്ങൾക്ക് മിനിമം വേണം. നീ ആരോടാണ്
എവിടെ നിന്നാണ് സംസാരിക്കണം? ബോറം നിനക്ക് വേണം. നിങ്ങൾ ഒരു ഇസ്ലാമിനെ കുറിച്ച് ഒരു വിവരമില്ലാത്ത ആളാണ്. എന്നാ നിങ്ങൾ പറയൂ, താലിബാൻ ചെയ്ത കാര്യങ്ങളിൽ അനിസ്ലാമികമായ ഒരു കാര്യം പറയൂ. ഒരു കാര്യം, ഒരേ ഒരു കാര്യം. സംഭവിക്കാൻ പോകുന്നത് ഞാനിവിടെ ഞാൻ പോയിട്ട് ഇന്നലെ ഒരു തമാശ. സ്ത്രീകളുടെ അടിസ്ഥാനപരമായി ഇസ്ലാമിൽ സ്ത്രീകളോടുള്ള സമീപനം എന്താണ്? രണ്ട് സ്ത്രീകളെ ഇപ്പൊ ഈ ചർച്ചയ്ക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ആ രണ്ടുപേരും ഒന്ന് ജാമിദയും നുസ്രത്തുമാണ്. ഇവരെന്ത് ജീവിത ശൈലിയാണ്? അഭിപ്രായം അത് ഓരോരുത്തരും ഇഷ്ടമാണ്, ആയിക്കോട്ടെ. നിങ്ങളൊന്നും ഇതിനെ കുറിച്ച് ശരിയായി മനസ്സിലാക്കുന്നത് ഞങ്ങളുടെ ആരുടെയും കുഴപ്പമില്ല. എനിക്ക് അറിയാൻ വേണ്ടിട്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ. പണി വരുന്നുണ്ടവറാച്ച. അനിൽ നമ്പ്യാർ, ഓക്കെ, ഇസ്ലാമിൽ ഭയങ്കരമായ സ്ഥാനം ഇസ്ലാമിന് ഈ സ്ത്രീകൾക്ക് കൊടുക്കുന്നുണ്ട് എന്നാ പറയുന്നത്. ഞാൻ ഒരു സംശയം ചോദിക്കുകയാണ്. ഇസ്ലാമിൽ നിസ്കാരം മുറിയുന്ന 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, അതായത് ഒരു വ്യക്തി നിന്ന് നിസ്കരിക്കുന്ന സമയത്ത് അയാളുടെ മുന്നിലൂടെ 3 സാധനങ്ങൾ കടന്നു പോകുമ്പോൾ നിസ്കാരം മുറിയും. അതിൽ ഒന്നാമത്തേത് കഴുതയാണ്, രണ്ടാമത്തേത് പട്ടിയാണ്, മൂന്നാമത്തേത് എന്താണെന്നൊന്ന് പറഞ്ഞുതരൂ. ഞങ്ങൾ ചോദിക്കട്ടെ, ഇപ്പൊ ഈ നിങ്ങൾ പറഞ്ഞു തരൂ. നിങ്ങൾ മതം പഠിച്ച നിങ്ങൾ മുസ്ലിം ലീഗിന്റെ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന മുസ്ലിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി നടക്കുന്ന മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയുടെ പ്രധാനപ്പെട്ട വ്യക്തി, നിങ്ങൾക്ക് എന്നെക്കാളും മതം അറിയാമെന്ന് നിങ്ങൾ പറയുന്നു, എനിക്ക് മതം അറിയില്ല എന്ന് നിങ്ങൾ പറയുന്നു. നിങ്ങൾ പറഞ്ഞു തരൂ. 1 പട്ടി, 2 കഴുത, മൂന്നാമത്തേത് എന്താണെന്നൊന്ന് പറഞ്ഞു തരൂ. ശരിയാണ് സാർ, അദ്ദേഹത്തിന് അത് നിഷേധിക്കാനാവില്ല. അതല്ല ഉദ്ദേശം. ഞാൻ മാറി. നിങ്ങൾ ഒരു മിനിറ്റ്, ഇത് രണ്ടെണ്ണം ഇത് ആരും നിങ്ങളോട് പറഞ്ഞത്? ഹദീസ് നിങ്ങൾ പോയി വായിക്കണ്ടേ? നിങ്ങൾ വായിച്ചിട്ടില്ലേ? ഹദീസ് പഠിച്ചിട്ടില്ലേ? എന്റെ ഭയ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. മുതലാളി മറന്നുപോയതാ. ഈ ജനം TV പോലെയുള്ള ചാനലിൽ ഹദീസ് നമുക്ക് എടുക്കാലോ. ഇത് നമുക്ക് വേണമെങ്കിൽ ഡിസ്പ്ലേയിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചാൽ. ഞാൻ എഴുതിയ ഹദീസ് അല്ല. ഓക്കെ, ശ്രീ അനിൽ നമ്പ്യാർ, ഇദ്ദേഹം പറഞ്ഞു നോക്കി, ഇസ്ലാമിലോ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളിലോ ഹദീസ് എന്ന് പറഞ്ഞ പ്രവാചകന്റെ ജീവിതചര്യയാണ് ഹദീസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സംഗതിയിലോ ഇല്ലാത്ത. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ആരിഫ്, താങ്കളുടെ കയ്യിലുള്ള ഹദീസ് ഒന്ന് കാണിച്ചേ. ഞാനിവിടെ വായിക്കാം. സഹീഹ് ബുഖാരി 511. Okay, the things which annul the prayers were mentioned before me. They said prayer is annulled by a dog, a donkey and a woman. അതെ, ഇസ്ലാമിന്റെ അടിസ്ഥാന ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ അത് വിശുദ്ധ ഖുർആനാണ്. 1. ഹദീസില്ലേ? 2 ഹദീസാണ്. രണ്ടാമത് ഈ ഹദീസിലെ സാധനമാണ് ഞാൻ വായിച്ചത്. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കാണ്. ഇത് തെറ്റാണെന്നും ഇത് ലൈഫായ ഹദീസാണെന്നും നിന്ന് തെളിയിച്ചാൽ ഞാൻ ഇവിടെ കലിമ ചെല്ലും. വേറെ എന്തൊക്കെ പണികളുണ്ട്. ഓരോ കമ്മിറ്റിക്കാര് പോയി, വെടിക്കിട്ടും കഴിഞ്ഞു. ഇനി ഞാൻ നിക്കണോ അതോ പോണോ സാറേ? പൊട്ടനായിരുന്നു ഞാൻ.